ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഇപ്പം PSC പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പം പരീക്ഷ എഴുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം എത്ര മാർക്കാണ് ലഭിച്ചേക്കുന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നോക്കി മനസ്സിലാക്കുക. അതുപോലെ തന്നെ എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഓരോ ആൻസേഴ്സും നോക്കി പോകാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഗണനാ രീതി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വന്നിരിക്കുന്നത്, പ്രൊവിഷണൽ ആൻസർ കീ വെച്ച്. അതായത് ബോസ്റ്റൺ ടീ പാർട്ടി സംഭവം, അതിനുശേഷം പാരീസിലെ ബോസ്റ്റേൽ കോട്ടയുടെ പതനം, മൂന്നെന്താണ് ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം. ഓപ്ഷൻ എ ആണ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, കുളച്ചൽ യുദ്ധമാണ്. മൂന്നാമത്തെ ചോദ്യം, പോളവാരം ജലസേചന പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ഓപ്ഷൻ എ, ഗോദാവരിയാണ്. നാലാമത്തെ ചോദ്യം, ഗാസ യുദ്ധം സംബന്ധിച്ച് ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ് എന്നുള്ളത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഒന്നാമത്തേതും രണ്ടാമത്തേതും പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകളായിട്ട് വരുന്നത് കേട്ടോ. അപ്പം ഓപ്ഷൻ എ ആണ് 4ൻ്റെ ആൻസറായിട്ട് വരുന്നത്. അഞ്ചാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? ഇതിനകത്ത് ആൻസറായിട്ട് വന്നിരിക്കുന്ന ഓപ്ഷൻ സി ആണ്, ഒന്നാമത്തേതും രണ്ടാമത്തേതും. അതായത് ഹിതകാരണി സമാജം വീരേശലിംഗവും അതുപോലെ തന്നെ സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കറുമാണ് ശരിയായ ജോഡികളായിട്ട് വരുന്നത്. അപ്പോൾ 5ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി ആറാമത്തെ ചോദ്യം നോക്കാം. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം എന്നാണ്. അപ്പോൾ ഇതിനകത്ത് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്, രണ്ടാമത്തേത് മാത്രം. അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ചമ്പാരനിലെ സമരം നീലം കർഷകർക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ 6ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, രണ്ടാമത്തേത് മാത്രം. 7, ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏതാണെന്നാണ് ചോദിച്ചത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ, വാവു വേലിയാണ്. ആറാമത്തെ ചോദ്യം, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ആനമുടിയാണ്. 9, ഖാദർ ഏത് മണ്ണിനത്തിൻ്റെ വകഭേദമാണ്? ആൻസർ ഓപ്ഷൻ ബി, എക്കൽ മണ്ണാണ്. 10ാമത്തെ ചോദ്യം, അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണം ഏത്? ആൻസർ ഓപ്ഷൻ എ, ഹൈഗ്രോമീറ്റർ ആണ്. 11, പകലത്തെ സൂര്യതാപമേറ്റ് പർവ്വതചരിവിലെ വായു വികസിച്ചുയരുന്നത് മൂലം താഴ്വരയിൽ നിന്ന് പർവ്വത മുകളിലേക്ക് കാറ്റ് വീശുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി, താഴ്വര കാറ്റാണ്. 12, കറണ്ട് അഫെയർ ആണ്. 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഇ സന്തോഷ് കുമാർ ആണ്. 13, കോളനി ഭരണകാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വന്നിരിക്കുന്നത്. അതായത് പ്രസ്താവന 1ഉം പ്രസ്താവന 3ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. അപ്പം ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, പ്രസ്താവന 1, പ്രസ്താവന 3ഉമാണ് ശരിയായിട്ടുള്ളത്. 14, ഹരിത വിപ്ലവത്തിൻ്റെ 2ാം ഘട്ടം ആരംഭിച്ചത് എന്നൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1970ൻ്റെ പകുതി മുതൽ 1980ൻ്റെ പകുതി വരെ. 15, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച ശേഷം ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉമാണ് ശരി. ഗാട്ടിൻ്റെ പിൻഗാമിയായിരുന്നു WTO. അതുപോലെ തന്നെ ഗാട്ട് സ്ഥാപിതമായ വർഷം ഏതാണ്? 1948 ആണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. 10ാമത്തെ ചോദ്യം, ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യപരമായ അവസ്ഥ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സൂചകം ഏതാണ്? ഇതെല്ലാം വരുന്നതാണ് ശിശുമരണ നിരക്ക്, ആയുർദൈർഘ്യം, പകരുന്നതും അല്ലാത്തതുമായ അസുഖങ്ങളുടെ സാന്നിധ്യം. ആൻസർ ഓപ്ഷൻ ഡി, ഇതെല്ലാം. 17, നീതി ആയോഗ് ആയി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്നുള്ളതാണ് യോജിക്കാത്ത പ്രസ്താവന. അപ്പോൾ 17ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 18, ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ പ്രമേയം 2023 എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്നുള്ളതാണ്. 19, 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഏത് വർഷത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? ആൻസർ ഓപ്ഷൻ ബി, 2002 ആണ്. 20, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുന്നതാണ്. അപ്പോൾ ഇതിന് ആൻസർ ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ളത്. ഏതാണ്? അനുച്ഛേദം 38, തുല്യനീതിയും സൗജന്യ നിയമസഹായവും. 21, ഒരു ബിൽ പണബില്ലാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്ന ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി, ലോക്സഭാ സ്പീക്കർക്കാണ്. 22ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം എത്ര വർഷം മുൻപ് വരെയുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്? ആൻസർ ഓപ്ഷൻ സി, 20 വർഷമാണ്. 23, ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച കേസ് ഏതാണ്? ആൻസർ പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, മർബറി വെസസ് മാഡിസൺ കേസാണ് 1803. ഇതൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട്, ചിലപ്പം ഫൈനൽ ആൻസർ കീ ചേഞ്ച് ആവാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ,
24 താഴെ തന്നിരിക്കുന്ന ഇത് ഡിലീഷൻ ആവാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം താഴെ തന്നിരിക്കുന്ന 24ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉം പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ കേട്ടോ. ബാക്കി രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 1ഉം 4ഉമാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് 24ൻ്റെ വരുന്നത്. 25 മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കുവാനുള്ള അവകാശം അതാത് മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, അനുച്ഛേദം 26 ആണ്. 26ാമത്തെ ചോദ്യം, പ്രൊറോഗേഷൻ എന്നത് എന്താണെന്നുള്ളത് ആൻസർ ഓപ്ഷൻ സി ആണ്. എന്താണ്? ഒരു സെഷൻ അവസാനിക്കുന്നു എന്നാണ്. 27 താഴെ തന്നിരിക്കുന്നവരിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് നടനെയാണ് വോട്ടർ ബോധവൽക്കരണത്തിനായി നിലവിൽ ദേശീയ പ്രതീകമായി അംഗീകരിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, രാജ്കുമാർ റാവു ആണ്. 28 നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സംസ്ഥാനത്തിലെ അംഗപരിമിതർക്ക് എത്ര രൂപയാണ് വാർഷിക ചികിത്സാ സഹായം ലഭിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, 1 ലക്ഷം രൂപയാണ്. അടുത്തത് 29 കേരളത്തിൽ MC ജോസഫൈന് തൊട്ടു മുമ്പ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ശ്രീമതി KC റോസക്കുട്ടി. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ 30ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ കേരള ഗവൺമെൻറ്റിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, സുകൃതം പദ്ധതിയാണ്. 31 P സച്ചിദാനന്ദൻ്റെ ഏത് നോവലിനാണ് കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്തത്? ആൻസർ ഓപ്ഷൻ എ, മരണ സർട്ടിഫിക്കറ്റ് ആണ്. 32 ഓസോൺ പാളിക്ക് ശോഷണത്തിന് കാരണമാകുന്ന പ്രധാന വാതകം? ആൻസർ ഓപ്ഷൻ ഡി, ക്ലോറോഫ്ലൂറോ കാർബൺ. 33 താഴെ പറയുന്നവയിൽ പൂർണ്ണമായും ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതെന്നാണ്? ആൻസർ ഓപ്ഷൻ ബി, മലേറിയയാണ്. 34 മനുഷ്യ ശരീരത്തിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കരളാണ്. 35 സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം? ആൻസർ ഓപ്ഷൻ എ, ജീവകം ഡി ആണ്. 36 പിങ്ക് റിബൺ ഏത് രോഗത്തിൻ്റെ ബോധവൽക്കരണ പ്രതീകമാണ്? ആൻസർ ഓപ്ഷൻ ബി, സ്തനാർബുദമാണ്. 37 കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന മരണാനന്തര അവയവദാന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, മൃതസഞ്ജീവനിയാണ്. 38 പാസ്കൽ നിയമപ്രകാരം പ്രയോജനപ്പെടുത്തുന്നത് ഏതാണ്? അപ്പോൾ സിറിഞ്ചിൻ്റെ പ്രവർത്തനം, ഡോക്ടറിൻ്റെ കസേരയിൽ ഹൈഡ്രോളിക് ബ്രേക്കുകൾ, ഇതെല്ലാം പാസ്കൽ നിയമത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി, ഇവയിലെല്ലാം എന്നാണ്. 39 ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉമാണ് ശരിയല്ലാത്തത്. 1ഉം 2ഉമാണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 40ാമത്തെ ചോദ്യം, 20 കിലോഗ്രാം 20 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്നും 20 മീറ്റർ/സെക്കൻഡ് പ്രവേഗം ആർജിക്കുന്നു. ഈ വസ്തു ചെയ്ത പ്രവൃത്തി എത്ര എന്നാണ്? ആൻസർ ഓപ്ഷൻ എ, 4000 ജൂളാണ്. 41 2025 നവംബർ 2 ISRO ഭ്രമണപഥത്തിൽ എത്തിച്ച സ്പേസ് ക്രാഫ്റ്റ് CMS-03യുമായി ബന്ധപ്പെട്ട് ശരിയായി തിരഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ അതിന് ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ് സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. 42 താഴെ പറയുന്ന 3 ക്വാണ്ടം സംഖ്യകളാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓർബിറ്റലുകളിൽ ഏതിനാണ് കാന്തിക ക്ഷേത്രത്തിൻ്റെ അഭാവത്തിൽ ഒരേ ഊർജ്ജം ഉണ്ടായിരിക്കുക എന്നാണ് ചോദിക്കുന്നത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉമാണ് ആൻസറായിട്ട് വരുന്നത്. 43 താഴെ പറയുന്നവയിൽ ഏത് ക്രമീകരണമാണ് അതിന് നേരെ പരാമർശിച്ചിരിക്കുന്ന സ്വഭാവത്തിന് അനുസൃതം അല്ലാത്തതെന്നാണ് ചോദിക്കുന്നത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ബി ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. 44 ലോഹസ്ഥാന ചലന പ്രതിപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതെന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഇരുമ്പ് കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ നീക്കം ചെയ്യുന്നു. 45 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തതാരാണ്? ആൻസർ ഓപ്ഷൻ സി, ജോർജ് M. മാർട്ടിനസ് ആണ്. 46 താഴെ പറയുന്നവയിൽ കിളിപ്പാട്ടു വൃത്തമായി അർത്ഥമായി അറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, കേകയാണ്. 47 മലയാളത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രത്തിൻ്റെ പേരേതാണ്? ആൻസർ ഓപ്ഷൻ എ, വിഗതകുമാരനാണ്. 48 പാട്ടിലെ ഈണത്തിൻ്റെ താളക്രമം അറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഇശലാണ്. 49 ഇന്ത്യൻ ക്രിക്കറ്റിലെ സച്ചിനു മുൻപ് ജന്മം കൊണ്ട ബാറ്റിംഗ് ഇതിഹാസമാരാണ്? ആൻസർ ഓപ്ഷൻ ബി, സുനിൽ ഗവാസ്കർ ആണ്. 50 തക് ബുർനി എന്ന സമകാല നോവൽ രചിച്ചതാരാണ്? ആൻസർ ഓപ്ഷൻ ബി, വന്ദനയാണ്. ഇനി മാത്സ് ആണ്. മാത്സ് 51ൻ്റെ ആൻസർ ഓപ്ഷൻ ബി, 4ആണ് ആൻസറായിട്ട് വരുന്നത്. 52ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി, 0.00027 ആണ് ആൻസറായിട്ട് വരുന്നത്. 53ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, 10 ആണ്. 54ൻ്റെ ആൻസർ ഓപ്ഷൻ എ, 36 ആണ് വരുന്നത്. 55ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, 2√3 ആണ് വരുന്നത്. 56ൻ്റെ ആൻസർ വരുന്നത്
ഓപ്ഷൻ സി 479 56ൻ്റെ ആൻസർ വരുന്നത്. അതുപോലെ തന്നെ 57ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഫ്ലവർ ആണ് വരുന്നത്. 58ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഡ്രൈവിംഗ് ആണ് വരുന്നത്. 59ൻ്റെ ആൻസർ ഓപ്ഷൻ സി 150 ഡിഗ്രി ആണ് വരുന്നത്. 60ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇൻഡിസ്പെൻസിബിൾ ആണ് വരുന്നത്. ഇനി സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. 61ാമത്തെ ചോദ്യം, പ്രൊജക്ട് ടൈഗറുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏതെന്നാണ് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ശരിയായിട്ടുള്ളത് ഒന്ന് മാത്രമാണ്, അതായത് ഓപ്ഷൻ സി ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ അധ്യക്ഷൻ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണെന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ട് ഉള്ളത് കേട്ടോ. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി 3 മാത്രമെന്നാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. 62, ഒരു പ്രദേശം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ ഡി വന്യജീവി സംരക്ഷണ നിയമമാണ്. 63, എലിഫന്റ് റിസർവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുന്നതാണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 2, 3 ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള എലിഫന്റ് റിസർച്ച് ആനമുടിയാണ്. നിലമ്പൂർ എലിഫന്റ് റിസർവിൻ്റെ ഭൂപ്രദേശം മലപ്പുറം, കോഴിക്കോട്, വയനാട്, പാലക്കാട് എന്നീ റവന്യൂ ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു കേട്ടോ. അപ്പം പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം 63ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. 64, ഇന്ത്യയിലെ ആദ്യ ജൈവ മണ്ഡല റിസർവ് ബയോസ്ഫിയർ റിസർവ് ഏതെന്നാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ നീലഗിരിയാണ്. 65, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനാവരണമുള്ള സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ മധ്യപ്രദേശാണ്. 66, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആഗോള താപനത്തിൻ്റെ സൂചകങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇതെല്ലാം ആഗോള താപനത്തിൻ്റെ സൂചകങ്ങളാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് സമുദ്രനിരപ്പ് ഉയരുന്നു, ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾ, ഐസ് ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം വരുന്നതാണ്. ഓപ്ഷൻ ഡി 1, 2, 3 ആണ്. 67, കരിമ്പുഴ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏതെന്നാണ് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവന 2, 3 ആണ് കേട്ടോ. അതായത് ചോലനായ്ക്കന്മാർ താമസിക്കുന്ന മാഞ്ചേരി കോളനി വന്യജീവി സങ്കേത പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ന്യൂ അമരമ്പലം സംരക്ഷിത വനത്തിൻ്റെ ഭാഗങ്ങൾ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെട്ടു വരുന്നു. ആൻസർ ഓപ്ഷൻ സി 2, 3 ആണ് കേട്ടോ. 67, 68, ഡോണ്ട് ബൈ ട്രബിൾ എന്നത് ഒരു സംഘടനയുടെ നേതൃത്വത്തിലുള്ള പ്രചാരണ പരിപാടിയാണ്. ആൻസർ ഓപ്ഷൻ ബി ട്രാഫിക് ആണ് കേട്ടോ. 69, IUCN വർഗീകരണം അനുസരിച്ച് സഹ്യപർവ്വത വനങ്ങളിൽ ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗത്തിൽപ്പെട്ട ജീവി ഏതാണെന്നാണ് വെച്ചിരിക്കുന്നത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് മലബാർ വേരുകാണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ എ. ഈ 68ൻ്റെ ആൻസർ UNEP ആണോ എന്നൊരു സംശയമുണ്ട്. അപ്പം അതെന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് തന്നെ പറയാം. നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏതാണ് ആൻസർ എന്നുള്ളത്. ഞാനോട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാനും സാധിക്കുമല്ലോ. അപ്പോൾ അടുത്ത 70ാമത്തെ ചോദ്യം, കമ്മ്യൂണിറ്റി റിസർവ് സംബന്ധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക എന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഇതെല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ്. ഇതെല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. കടലുണ്ടി വള്ളിക്കുന്ന് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ്. വന്യജീവി സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ചാണ് കമ്മ്യൂണിറ്റി റിസർവ് രൂപീകരിക്കുന്നത്. കടലുണ്ടി വള്ളിക്കുന്ന് റിസർവിൻ്റെ വിസ്തീർണം 1.5 ചതുരശ്ര കിലോമീറ്ററാണ്. ആൻസർ ഓപ്ഷൻ ഡി 1, 2, 3 ആണ്. 71, താഴെ കൊടുത്തിരിക്കുന്ന ദിനാചരണങ്ങൾ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1B അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. 1B ഏതാണ്? ജനുവരി 5 ദേശീയ പക്ഷിദിനം. അതുപോലെ തന്നെ ഏപ്രിൽ 22 എന്താണ്? ഭൗമദിനം, ലോക ഭൗമദിനം. സെപ്റ്റംബർ 16 എന്താണ്? അന്താരാഷ്ട്ര ഓസോൺ ദിനമാണ് വരുന്നത്. അതുപോലെ തന്നെ മെയ് 22 എന്താണ്? അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. 1B, 2D, 3A, 4C ആണ്. 72, താഴെ കൊടുത്തിരിക്കുന്ന നിയമങ്ങളും അവ നടപ്പിലാക്കിയ വർഷങ്ങളും ശരിയായ ജോഡി കണ്ടെത്തുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസറും ഓപ്ഷൻ എ ആണ് വരുന്നത്. 1B, അതായത് ഇന്ത്യൻ വനനിയമം 1927, വന്യജീവി സംരക്ഷണ നിയമം എന്നാണ് 1972, കേരള വനനിയമം 1961, അതുപോലെ തന്നെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് എന്നാണ് 1980 അപ്പോൾ 72ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 73, കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കോന്നിയാണ് വരുന്നത്. 74, ഓപ്പറേഷൻ തണ്ടർ 2023 നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നാണ് വെച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. അന്താരാഷ്ട്ര തലത്തിലുള്ള വന്യജീവി കള്ളക്കടത്ത് കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിനാണ്. 75, ലോക പരിസ്ഥിതി ദിനത്തോട് അനുബന്ധിച്ച് താഴെ പറയുന്നവൽ ശരിയായി തിരഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ശരിയായിട്ടുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് ആണ്. 76, താഴെ പറയുന്നവയിൽ പ്രൊജക്ട് എലിഫന്റ് രൂപീകരിച്ചതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ഇതെല്ലാം ഉദ്ദേശ ലക്ഷ്യങ്ങളായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. 77, റെഡ് ഡാറ്റ ബുക്കിൽ കറുത്ത നിറത്തിലുള്ള കോഡ് നൽകിയിരിക്കുന്നത് ഏതുതരം ജീവികളെ സൂചിപ്പിക്കുന്നതാണ്? ആൻസർ ഓപ്ഷൻ എ വംശനാശം സംഭവിച്ചവർ. 78, വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്
ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ഡെറാഡൂൺ ആണ്. 79ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. 79 IT ആക്ട് ആണ്, ഓപ്ഷൻ സി ആണ്. 80ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. 80ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ്. 81ൻ്റെ ആൻസർ ഇംഗ്ലീഷാണ്, ഓപ്ഷൻ ബി ആം ആണ്. 82 ഓപ്ഷൻ സി ദ ഡോക്യുമെൻറ്റ് നീഡ് നോട്ട് ബി സബ്മിറ്റഡ് ആണ്. 83 ഓപ്ഷൻ എ 2 ആണ്. 84ൻ്റെ ആൻസർ ഓപ്ഷൻ എ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. 85ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ടേക്കപ്പ് ആണ്. 86 ഓപ്ഷൻ സി മനോരവ് ആണ് വരുന്നത്. 87 ഓപ്ഷൻ സി കുഡ് റൈറ്റ് ആണ്. 88 ഓപ്ഷൻ സി ആണ്, ബോത്ത് 1 and 2 ആണ്. 89ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ഐ ആസ്ക്ഡ് ഹിം ഇഫ് ഹി കുഡ് ജോയിൻ ദ ടീം ഓൺ ദാറ്റ് ഡേ ആണ്. 90 ഓപ്ഷൻ സി ബീറ്റ് അറൗണ്ട് ദ ബുഷ് ആണ്. ഇനി മലയാളമാണോ? 91ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, അതിരഥനാണ്. 92 ഓപ്ഷൻ ഡി ഉപസംഹാരമാണ്. 93 ഓപ്ഷൻ ബി പൂ പ്ലസ് അമ്പാണ്. 94 ഓപ്ഷൻ എ നങ്ങ്യാറാണ്. 95 ഓപ്ഷൻ ബി തൂലമാണ്. 96ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി മിടുക്കറാണ്. 97 ഓപ്ഷൻ സി വഴി കാണിക്കുക. 98 ഓപ്ഷൻ എ പിപാസു. 99 ഓപ്ഷൻ ബി 10 15. 100ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഉരുളക്കുപ്പേരി എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് കഴിഞ്ഞ ദിവസം നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ടുള്ള ആൻസേഴ്സ്. അപ്പോൾ ഈ ഒരു പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ 1-2 ചോദ്യങ്ങളൊക്കെ ചെറിയ ഡൗട്ടായിട്ട് വരുന്നുണ്ട്. അതൊക്കെ ഫൈനൽ ആൻസർ കീ വരുമ്പം ചേഞ്ച് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ്, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റെഫറൻസ് വെച്ചിട്ട് ചലഞ്ച് ചെയ്യാവുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ പുതിയൊരു ക്ലാസ്സും പുതിയൊരു വീഡിയോ ആയിട്ടൊക്കെ ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.